ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 29-ാം ദിവസമായ ഇന്ന് നമ്മൾ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് ഈ വേദഭാഗ സംഗതി നമ്മൾ വായിക്കുന്നു. രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയെ അവളുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് വിളിച്ച് അവൾക്ക് സൗഖ്യം നൽകുന്ന അനുഭവം. അത് കണ്ട് അസ്വസ്ഥമാകുന്ന കാര്യപ്രമാണി ശബത്തിൽ വേല ചെയ്യാതെ ഇരുന്ന് സ്വസ്ഥമായിരിക്കുവാൻ അവിടെ സംസാരിക്കുന്ന ഒരു അനുഭവം. 2 ചിന്തകൾ നമുക്ക് ഇതിൽ നിന്ന് ധ്യാനിക്കാം. ഒന്ന്, രോഗാത്മാവ് ബാധിച്ച സ്ത്രീയുടെ സ്ഥിരവിശ്വാസവും ദൈവാലയ ബന്ധവും. അവളിലുണ്ടായിരുന്ന കുറവുകളെ അവൾ കണക്കിടാതെ ദൈവസന്നിധിയിൽ അവളെ സമർപ്പിച്ച് സ്ഥിരോത്സാഹത്തോടുകൂടി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്ന ഒരു അനുഭവം. ഒരുപക്ഷെ സ്ഥിരമായി പോകുമ്പോൾ അവളുടെ രോഗാത്മാവും അവളുടെ അസുഖവുമൊക്കെ മാറുമെന്ന് അവൾ വിശ്വസിച്ചിരിക്കാം. എങ്കിലും അത് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് അല്ല അവൾ ദേവാലയത്തിൽ എത്തുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അവളുടെ പ്രാർത്ഥനയും അവളുടെ സമർപ്പണവും കണ്ട കർത്താവ് അവളെ വിളിച്ച് സൗഖ്യമാക്കുകയാണ്. അപ്പോൾ അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം. നമ്മുടെ ദൈവബന്ധം കാര്യസാധ്യത്തിനാകാതെ തിരുനാമ മഹത്വത്തിനും ദൈവത്തെ സ്തുതിക്കുന്നതിനുമാകണം എന്ന് കൂനിയായ സ്ത്രീ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ സൗഖ്യം താനെ ഉണ്ടാകും. അപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഒരുക്കണം. നോമ്പിൽ ഈ കൂനിയായ സ്ത്രീയുടെ വ്യക്തിത്വം മാറുന്നത് ഇവളും അബ്രഹാമിൻ്റെ പുത്രിയാണ് എന്ന് കർത്താവ് അവളെ സാക്ഷിക്കുന്നതിലൂടെയാണ്. നമ്മുടെ നോമ്പും ഉപവാസവും കർത്താവ് കൈക്കൊള്ളുമ്പോൾ, സ്വർഗം അത് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വവും അബ്രഹാമിൻ്റെ മക്കളായി വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. രണ്ടാമതായിട്ട്, ആചാരാനുഷ്ഠാനങ്ങളെ മാത്രം മുന്നമേ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന പള്ളിപ്രമാണിയുടെ ഒരു സാക്ഷ്യം. നമ്മുടെ ആരാധനാ ജീവിതം, ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവ ദൈവം പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമായി മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ദൈവം വസിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതല്ല, മറിച്ച് നമ്മൾ ചുണ്ടുകൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടുമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെങ്കിൽ ഒരിക്കലും അതിന് അർത്ഥമുണ്ടാകുകയില്ല എന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം നമ്മുടെ പ്രാർത്ഥനകളും ആചാര അനുഷ്ഠാനങ്ങളും പേരിനു മാത്രമാകാതെ അത് ദൈവം പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമായി കാണുവാനും അതിലൂടെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവാദം നമ്മൾ നൽകുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ദൈവകേന്ദ്രീകൃതമായി തീരും എന്നും നമുക്ക് ധ്യാനിക്കാം. ഈ നോമ്പ് കാലഘട്ടത്ത് വ്യക്തിബന്ധങ്ങളിലും ദൈവബന്ധങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് പരിലസിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ ഇരിക്കുന്ന നമ്മുടെ മനസ്സുകൾക്കും നമ്മുടെ ചിന്തകൾക്കും ദൈവം വസിക്കുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വവും ഒരു ചിന്താശേഷിയും ഉണ്ടാകുവാൻ അബ്രഹാമിൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന കൂനിയായ സ്ത്രീയുടെ ജീവിതം പിന്നീട് മാറുന്നതുപോലെ നമ്മുടെ ജീവിതവും ഈ നോമ്പ് കാലത്തിലൂടെ ചരിക്കുമ്പോൾ ഒരു വ്യക്തിത്വവും ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.